നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ CPM സംസ്ഥാന കമ്മിറ്റിക്കെതിരെയുള്ള വിമർശനം. അതിൻ്റെ പരസ്യമായി അത് പ്രസിദ്ധീകരിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമ വേദിയിൽ വായിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളുണ്ട്. പാർട്ടിക്ക് ഭരണത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് കുറ്റപ്പെടുത്തിയിട്ടുള്ള വിമർശനം അത് ശരിക്കും മാസങ്ങളായി തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അണികൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ഘടകം തന്നെ ഈ വിഷയം പരസ്യമായി പ്രസിദ്ധീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. വരും മണിക്കൂറുകളിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്യും. ഒപ്പം പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് തങ്ങളുടെ കൈവശം തന്നെയാണ് ഹോർമുസ് എന്നും ചർച്ചയ്ക്കായി അമേരിക്കയ്ക്ക് മുന്നിലേക്ക് തങ്ങൾ പോയിട്ടില്ല എന്നും പറയുന്നു. ട്രംപ് പറയുന്നു ചർച്ച നടക്കുന്നുണ്ട്, പക്ഷേ അത് നീണ്ടുപോയാൽ, അതിനുള്ള കാരണങ്ങൾ നീണ്ടുപോയാൽ ഒരുപക്ഷെ ആക്രമണം കടുപ്പിക്കും എന്നാണ്. ഏതായാലും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ കാര്യമായ കുറവുണ്ട് എന്ന ഒരു വിവരം ആശ്വാസകരമാണ്. നിരവധി വാർത്തകളുണ്ട്. ഡൽഹിയിൽ ഇനി എന്താണ് കോക്രോച്ച് പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇന്നും പാർലമെന്റ് സമ്മേളനമുണ്ട്. പ്രതിപക്ഷം കാര്യങ്ങൾ ഇന്നലെ കടുപ്പിച്ചിരുന്നു. ഇന്നും സമാനമായി തന്നെ പ്രതിഷേധമുണ്ടാകും. നിരവധി വാർത്തകൾ, തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാന ഘടകത്തെ രൂക്ഷമായി വിമർശിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. പാർട്ടിക്കു സർക്കാരിൽ നിയന്ത്രണമുണ്ടായില്ല. പാർട്ടി സർക്കാർ ഏകോപനമുണ്ടാകാത്തത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നും വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. ഒരു ദിവസത്തെ കസ്റ്റഡി വേണമെന്ന ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഇന്ന് ഹൈക്കോടതി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്നു ചർച്ച. പ്രതിപക്ഷം സഹകരിക്കും. പ്രിയങ്ക ഗാന്ധി അടക്കം ചർച്ചയിൽ പങ്കെടുക്കും. പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. ലോൺ ആപ്പ് വഴി രാജ്യവ്യാപകമായി കോടികൾ തട്ടിയെടുത്ത സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. തിരുവനന്തപുരം പൂങ്ങുമൂട്ടിലെ ഓഫീസിലെ പരിശോധനയിൽ 18 ഉത്തരേന്ത്യക്കാർ കസ്റ്റഡിയിൽ. 50ഓളം കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. റെയ്ഡ് നടന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി. കാസർഗോഡ് കോൺഗ്രസിലെ പ്രതിഷേധത്തിൽ മയപ്പെട്ടു സർക്കാർ. ബേക്കൽ DYSP VK വിശ്വംഭരൻ നായരെ മാറ്റി. കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP K വിനോദ് കുമാറിന് ചുമതല. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ ഹസൻ ഹൈക്കോടതിയിലേക്ക്. കേസെടുക്കാൻ ആവശ്യപ്പെട്ട അപ്പീൽ. അൻസിബയുടെ പരാതി തള്ളിയത് എറണാകുളം CJM കോടതി. കേരളത്തിൽ മൺസൂൺ മഴയിലുണ്ടായത് വൻ ഇടിവ്. കാലവർഷത്തിൽ 37% കുറവ്. ഇടുക്കി, വയനാട് ജില്ലകളിൽ ആകെ കിട്ടിയത് 42% മഴ മാത്രം. ഒരാഴ്ചത്തേക്ക് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. നമുക്ക് ആദ്യം തന്നെ CPMുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകണം. കേന്ദ്ര ഘടകം CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. സംസ്ഥാന ഘടകത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. പാർട്ടി സർക്കാർ ഏകോപനം ഉണ്ടായിരുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് വലിയ കാരണമായി എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അതുമാത്രമല്ല, നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒന്ന്, ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഹൈന്ദവ വർഗീയതകളോട് മൃദു സമീപനം എന്ന പ്രതീതി. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടായി. ഒപ്പം ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി നിരീക്ഷിക്കുകയാണ്. പരസ്യമായി പ്രസിദ്ധീകരിക്കുകയാണ് ഈ റിപ്പോർട്ട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അരുണ്, സംസ്ഥാന ഘടകം
മൈൻഡ് ചെയ്യാതെ പോയ അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാതെ പോയ സമ്മതിക്കാതെ പോയ പല വീഴ്ചകളും, ഉദാഹരണം ഭരണവിരുദ്ധ വികാരം, നേതാക്കളുടെ പരസ്യ വിമർശനം അല്ലെങ്കിൽ പരസ്യമായ നിലപാട്, ഇതടക്കം ചൂണ്ടിക്കാട്ടി അക്കമിട്ട് നിരത്തിയാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അത് ഏത് തരത്തിലാണ് കേന്ദ്ര ഘടകം ഈ പ്രശ്നങ്ങളെ കാണുന്നത്? രഞ്ജിത്ത്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടൊക്കെ വലിയ രഹസ്യരേഖയാണ്. CPM അത് ഒരു കാലവും ആ രീതിയിൽ പൂർണ്ണതോതിൽ പുറത്തുവിടാറില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വം എക്കാലത്തും ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്, പാർട്ടിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് പറ്റിയ വീഴ്ചകൾ എണ്ണി ആ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം നേരത്തെയൊക്കെ അത്ര വലിയ തിരിച്ചടി സമീപഭാഗത്തും CPM ഉണ്ടായിട്ടുള്ളപ്പോഴും ഈ രീതിയിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഒരു മലയാളിയാണ് ജനറൽ സെക്രട്ടറി എന്ന കാര്യം കൂടി ഓർക്കണം. അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് CPM-ന്റെ ഈ അവലോകന റിപ്പോർട്ട് ഉണ്ട്. അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അതിലൊരു കാര്യം പ്രകാരമാണ്, നേരത്തെ തന്നെ CPI-യുടെയൊക്കെ പ്രധാനപ്പെട്ട ആരോപണം വ്യക്തികേന്ദ്രിതമായി മാറി ഇടതുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം. പിണറായി വിജയൻ ഒറ്റ നേതാവിൽ ഒതുങ്ങിയത് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് CPI പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും അതേ രീതിയിൽ ആ റിപ്പോർട്ടിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എ നരേറ്റീവ് വാസ് prevalent that the entire campaign revolved around one person. The reference was to the Chief Minister and Politburo member who undoubtedly led the government with efficiency by, അതായത് ഒറ്റയാളിൽ കേന്ദ്രീകരിച്ചു. പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രി PB അംഗത്തിൽ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇത് മാറ്റാൻ, തെരഞ്ഞെടുപ്പ് പ്രചരണം രാഷ്ട്രീയമായി മാറ്റാൻ കഴിഞ്ഞില്ല. UDF-നാകട്ടെ പിണറായിക്കെതിരെയുള്ള നീക്കമായി തന്നെ ഈ ക്യാമ്പയിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതൊരു വീഴ്ചയായി CPM-ന്റെ കേന്ദ്ര നേതൃത്വം കണ്ടെത്തുകയാണ്. പിണറായി വിജയൻ ഉൾപ്പെടുന്ന കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയും കണ്ടെത്തുകയാണ്. ഒരൊറ്റയാളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രചരണം മുഴുവൻ കേന്ദ്രീകരിച്ച് തിരിച്ചടി ഉണ്ടാക്കി. ഒറ്റയാളിൽ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയി സർക്കാരും പാർട്ടിയും മുന്നണിയുമൊക്കെ ഒറ്റ പേരിൽ ഒതുങ്ങുകയും ചെയ്ത് തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം നേരത്തെ CPM-ലും CPI-ലും ഒക്കെ ഉയർന്നു വന്നതാണ്. അത് അതേപടി അംഗീകരിക്കുകയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി. പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമുണ്ടായതില്ല. എല്ലാ കാലത്തും CPM-ന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി കൃത്യമായ പിടി ഭരണത്തിലുണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പാർട്ടിക്കും സർക്കാരിനും ഒരേ നേതാവ് എന്നിട്ട് വന്നതോടുകൂടി, ഒരാളുടെ ഒറ്റ നിയന്ത്രണം വന്നതോടുകൂടി ആ പിടി അയഞ്ഞു. നേരത്തെയൊക്കെ പാർട്ടി സർക്കാർ ഏകോപനത്തിന് പാർട്ടി സബ് കമ്മിറ്റികൾ ഉണ്ടാക്കുമായിരുന്നു. ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. പാർട്ടി കൃത്യമായി സർക്കാർ നിരീക്ഷിച്ചു പോവുകയായിരുന്നു CPM-ലെ പതിവ്, CPM സർക്കാരുകൾ ഭരിക്കുമ്പോഴുള്ള പതിവ്. പക്ഷേ ഇത്തവണ നിരീക്ഷണ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചുവെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഘടകകക്ഷികൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാമായിരുന്നു. നേതാക്കളുടെ പൊതുവേദികളിലെ സംസാരത്തിൽ ജാഗ്രത കുറവുണ്ടായി, സംസാരങ്ങളിൽ ജാഗ്രത കുറവായുണ്ടായി എന്ന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. വാർത്താ സമ്മേളനങ്ങളിലും നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വായിച്ച് തെറ്റായി പോയത് CPM സംസ്ഥാന കമ്മിറ്റി തന്നെ ഏറ്റുപറഞ്ഞതാണ്. അതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ CPM-ന്റെ എതിരാളിയായ, പ്രത്യേകിച്ചും വർഗീയ മുഖമുള്ള ഒരു നേതാവിൻ്റെ പ്രസംഗം വായിച്ചത് ശരിയായില്ല എന്ന് CPI അടക്കമുള്ള ഘടകം വിമർശിച്ചതാണ്. ഇവിടെ അതേപടി തന്നെ പറയുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റാണ്. ഹൈന്ദവ വർഗീയ ശക്തികളുടെ മൃദു സമീപനം എന്ന പ്രതീതി പരത്താൻ ഇത് വഴിവെച്ചു എന്നാണ് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളി പറഞ്ഞില്ല. CPI സംസ്ഥാന കമ്മിറ്റിയും അത് അംഗീകരിച്ചതാണ്. ആദ്യമൊക്കെ വെള്ളാപ്പള്ളിക്ക് വലിയ പിന്തുണ നൽകിയെങ്കിലും പിന്നീട് അത് തിരുത്തി പറഞ്ഞതാണ്. PMCയിൽ എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസം എടുക്കണമായിരുന്ന ഒരു നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാന ഘടകം ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ അത് അതേപടി ഉണ്ടായിരുന്നുവെന്ന് കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുന്നു. പോലീസ് ഭരണത്തിൽ വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലും ഈ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട്, CPM-ന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രഞ്ജിത്ത്, അവരുടെ ഈ റിപ്പോർട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ഒരു വലിയ പരാജയം, അത് പിണറായിയെയും ഗോവിന്ദനെയും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുകയാണ്. അതിൽ വീഴ്ച സംഭവിച്ചു. ഈ വലിയ പരാജയം എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന പരാജയമാണ് പാർട്ടിക്കുണ്ടായത്. 35 സീറ്റിലേക്ക് പാർട്ടി ഒതുങ്ങുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇതിനൊരു തിരുത്തൽ ഉണ്ടാകണമല്ലോ. അതാണ് അണികളും പ്രവർത്തകരും കീഴ്ഘടകങ്ങൾ മുതൽ ഉണ്ടായ ചർച്ചകളിലും വിലയിരുത്തലുകളിലും റിപ്പോർട്ടിങ്ങിലുമൊക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം തിരുത്തൽ വേണമെന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ എന്നുള്ളതാണ് CPM ലക്ഷ്യമിടുന്നത്. ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ, മാറ്റങ്ങൾ പാർട്ടിയിൽ, സംസ്ഥാന ഘടകത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച ചേർന്ന CPM-ന്റെ 2 ദിന സംസ്ഥാന ഒരു ദിവസമായി ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗവും സെക്രട്ടേറിയറ്റും ഒക്കെ 2 ദിവസമായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിശദമായി ചർച്ച ചെയ്തു. അതിൽ ഭേദഗതികളില്ലാതെ സെക്രട്ടേറിയറ്റ് ആ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അഡോപ്റ്റ് ചെയ്യുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രൂക്ഷ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉള്ളപ്പോഴും ആ റിപ്പോർട്ട് അതേപടി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അടിമുടി തിരുത്തലിലേക്ക് CPM പോവുകയാണ്, തെറ്റുതിരുത്തലിലേക്ക് പോവുകയാണ്, അടിമുടി മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് വച്ച് CPM-ന്റെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ വരെയുള്ളവർ, അതുപോലെ തന്നെ ബഹുജന പോഷക സംഘടനാ ഭാരവാഹികളും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അവിടെ തെറ്റുതിരുത്ത നടപടികളിലെ പ്രധാനപ്പെട്ട കടമ്പകളിലേക്ക് CPM കടക്കും. എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തിൽ അത് ബ്രാഞ്ച് മുതൽ പൊളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവിടെ ഉണ്ടാകും. അവിടെയാണ് സൂചിപ്പിച്ച പോലെ ഒരു അഴിച്ചുപണി. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാധ്യത നേരിടാൻ ശക്തമായ കരുത്ത് അതിനില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഏറ്റവും ശക്തരായ നേതാക്കൾ, അത് ആദർശശുദ്ധിയായാലും അല്ലെങ്കിൽ സംഘടനാ കരുത്തുള്ള നേതാക്കൾ നയിച്ച സംസ്ഥാന സെക്രട്ടറികൾ CPM-ൽ ഉണ്ടായിരുന്നു. ഇന്ന് അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാലം മാറുന്നതനുസരിച്ച് അവിടെയും വലിയ കുറവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഴിച്ചു പണിയണം എന്ന ഒരു നിർദ്ദേശം പല ഘടകങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ ആ രീതിയിൽ അത് CPM ഉൾക്കൊള്ളുമെന്ന് കരുതാൻ വയ്യ. എങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചില മാറ്റങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ചില ആളുകളെ ഒഴിവാക്കുകയോ പുതിയ ആളുകളെ ഉൾക്കൊള്ളിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാകില്ല. സംസ്ഥാന കമ്മിറ്റിയിലും അത്തരം മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ചില ജില്ലാ സെക്രട്ടറിമാരുടെ കാര്യത്തിൽ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ വലിയ വിമർശനങ്ങളുണ്ട്. അതും ഒരുപക്ഷെ ഈ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യാൻ വേണ്ടി ചേരുന്ന എക്സ്റ്റൻഡ് സംസ്ഥാന കമ്മിറ്റിയിൽ, വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നേക്കാം. അതുപോലെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് TP രാമകൃഷ്ണൻ മാറുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ സംഘടനാപരമായ വലിയ അഴിച്ചുപണികൾ വേണം. അത് ആളുകളെ മാറ്റി മാത്രമല്ല, പ്രവർത്തന ശൈലിയിലും പ്രവർത്തന രീതിയിലും ഏറ്റെടുക്കുന്ന ക്യാമ്പയിനുകളിലുമൊക്കെ അടിമുടി മാറ്റം. ഇതാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. അത് പ്രാവർത്തികമാകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ നേരത്തെ മുൻപൊക്കെ പാർട്ടി കേരളത്തിൽ ഭരണമുണ്ടായിരുന്നപ്പോൾ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശം നൽകാനും ഉപസമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് ഉണ്ടായില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും സ്വേച്ഛാധിപത്യത്തിനെതിരെ ജനവികാരം ശക്തമായി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിങ്ങനെയുള്ള മോശം പ്രവണത ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് സമയത്ത് തിരുത്താത്തതിനാൽ പാർട്ടിയിലുള്ള ജനവിശ്വാസം നഷ്ടമായി എന്ന് കാട്ടുന്നുണ്ട്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയുടെ പ്രധാന നേതാവായ A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാന സെൻറ്ററിൽ ബന്ധപ്പെട്ട് അച്ചടക്ക നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം ദോഷം ശബരിമല വിഷയത്തിൽ പാർട്ടിക്കുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം PM ശ്രീ വിഷയത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് CPM-ആയുള്ള തർക്കം പരിഹരിച്ചത്. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അങ്ങനെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ CPM-ന്റെ ചരിത്രത്തിൽ, സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഇത്രയധികം വിമർശനം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം നടത്തുന്നതും ആദ്യമായി ആയിരിക്കാം. BB അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. SFI സംസ്ഥാന സെക്രട്ടറിയും DYFI സംസ്ഥാന നേതാവുമായിരുന്ന P. ബിജുവിന്റെ ഓർമ്മ മന്ദിരം പാതി വഴിയിൽ തറക്കല്ലിട്ട് 5 വർഷങ്ങൾക്ക് ശേഷവും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. DYFI നേതൃത്വത്തിന്റെ അലംഭാവത്തിൽ കടുത്ത അമർഷമാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. സമരപോരാട്ടങ്ങളുടെ മറുപേരായിരുന്നു P. ബിജു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഭാവി പ്രവചിക്കപ്പെട്ടിരുന്ന യുവ നേതാവ്. കോവിഡ് ബാധിച്ച് 2020 നവംബർ 4-നായിരുന്നു ബിജുവിന്റെ അകാല വിയോഗം. പ്രിയ നേതാവിന്റെ ഓർമ്മ നിലനിർത്താൻ റെഡ് കെയർ എന്ന പേരിൽ മന്ദിരം നിർമ്മിക്കാൻ DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്രയ കേന്ദ്രം എന്നതായിരുന്നു ലക്ഷ്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം DYFI 8 സെന്റ് ഭൂമി വാങ്ങി. ബിജുവിന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും നടത്തി. ആക്രി പെറുക്കിയും പ്രഗത്ഭരുടെ ഓർമ്മകൾ ഉൾപ്പെടുത്തി പുസ്തകം തയ്യാറാക്കിയും DYFI ഫണ്ട് കണ്ടെത്തി. എന്നാൽ ബിജുവിന്റെ ഓർമ്മകൾ 6 വർഷത്തോടടുക്കുമ്പോഴും റെഡ് കെയർ പൂർത്തിയായിട്ടില്ല. 6 നിലകളിൽ നിർമ്മാണം ലക്ഷ്യമിട്ട കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പ്രിയ നേതാവിന്റെ ഓർമ്മകളോട് ഇപ്പോഴത്തെ നേതൃത്വം കാട്ടുന്ന അവഗണനയിൽ
അമർഷം ശക്തമാണ്. ഡിവൈഎഫ്ഐയുടെ ഏരിയ സമ്മേളനങ്ങളിൽ കടുത്ത വിമർശനമാണ് ഇതേ ചൊല്ലി ഉയർന്നത്. പാർട്ടി ഭരണത്തിലിരുന്നിട്ടും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും വേണ്ടി പുതിയ ഓഫീസ് മന്ദിരങ്ങൾ നിർമ്മിച്ചിട്ടും എന്തുകൊണ്ട് റെഡ് കെയറിന് ഈ അവസ്ഥ എന്നതാണ് ചോദ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ലോൺ ആപ്പ് വഴി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സംഘത്തെ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചത്. പൊങ്ങമൂട് ചേന്തിയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് ജീവനക്കാർ അടക്കം ഏതാണ്ട് 18 ഉത്തരേന്ത്യക്കാർ പോലീസിന്റെ പിടിയിലായത്. 50ഓളം കമ്പ്യൂട്ടറുകൾ അതുമായി ബന്ധപ്പെട്ട രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത്. ഇത് വമ്പൻ റാക്കറ്റാണ്. പലപ്പോഴും പല ആളുകൾക്കും ഇത്തരം ലോണ് തരാമെന്ന് പറഞ്ഞ് കോളുകൾ വരും. അതിനുശേഷം ഇവരുടെ ഡേറ്റാസ് ശേഖരിക്കും, ഇവരുടെ പേഴ്സണൽ റെക്കോർഡ്സ് അടക്കം ഇവർ കൈവശപ്പെടുത്തും. അതിനുശേഷം ഭീഷണിയാണ്. ഈ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ നമ്പർ ഇവരുടെ പക്കൽ വരും. അതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. അതിനുശേഷം പണം അടച്ചില്ലെങ്കിൽ ഭീമൻ പലിശയാണ്. പണം അടച്ചില്ലെങ്കിൽ പിന്നെ ഭീഷണി, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാളികളായ പലരും ഇതിൽ അനുഭവ പരിചയമുള്ളവരാണ്. നേരത്തെയും പല പരാതികൾ വന്നിട്ടുണ്ട്. അരുണ്, ഇതിപ്പോൾ ഒരു വമ്പൻ റാക്കറ്റാണല്ലോ. 18ഓളം ഉത്തരേന്ത്യക്കാർ ഇത്ര കാലമായി നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം സിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരം ഒരു തട്ടിപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് എത്ര ഗുരുതരമായ വീഴ്ചയാണ് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇവരുടെ തട്ടിപ്പിന്റെ രീതി അതെങ്ങനെയാണ്? രജിത്ത്, അമേരിക്കൻ പ്രവാസികൾ ലക്ഷ്യമിട്ടുള്ള ഒരു തട്ടിപ്പ് സംഘമാണ്. അവർ അവരുടെ താവളമായി, അവരുടെ കേന്ദ്രമായി തിരുവനന്തപുരത്തെ കേരളത്തെ ഉപയോഗിച്ചു എന്നാണ് ഞെട്ടിക്കുന്ന വിവരം. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. സിറ്റി ഡാൻസ് ഓഫ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തൂഫാന്റെ ഭാഗമായി പലയിടങ്ങളിലും ഇത്തരം പരിശോധന നടത്താറുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘത്തെ പിടികൂടുന്നത്. 18 ഉത്തരേന്ത്യക്കാരടക്കമുള്ള വലിയൊരു സംവിധാനം, വൻ തുക ശമ്പളം നൽകിയ ആളുകളെ ജോലിക്ക് നിയമിക്കുന്നു, അതുവഴി തട്ടിപ്പ് നടത്തുന്നു. വലിയ സംവിധാനം, 50 ഒരു IT സ്ഥാപനമൊക്കെ പ്രവർത്തിക്കുമ്പോൾ 50 കമ്പ്യൂട്ടറൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഈ കമ്പനി ലക്ഷ്യമിട്ടിരുന്നു. വിദേശികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ ഇന്നലെ പ്രാഥമികമായി പോലീസ് ലഭിച്ച വിവരം. ഇന്ന് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും ഉത്തരേന്ത്യൻ ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നാണ് ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരം. അതിൻ്റെ അടിസ്ഥാനം നടത്തിയ പരിശോധനയാണ്. ഈ ആളുകൾക്ക് ലോൺ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും പിന്നീട് അവരെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി, എല്ലാ ലോൺ ആപ്പുകളുടെയും പ്രവർത്തന ശൈലി തന്നെയാണ് ഇവർ ഇവിടെയും സ്വീകരിച്ചിരുന്നത്. കൂടുതലും വിദേശികളാണ് ഇവർക്ക് ഇടപാടുകാരായി ഉണ്ടായിരുന്നത്. വിദേശികളിൽ നിന്ന് പണം തട്ടുന്നു. അവർക്കൊരു പ്രവർത്തന കേന്ദ്രം ആയി ഇത് തിരുവനന്തപുരം കേരളം മാറുകയായിരുന്നു. ചേന്തിക്കടുത്തുള്ള ഒരു വീട്ടിലാണ്, സ്ഥാപനത്തിലാണ് ഇവരെ പിടികൂടിയത്. ലഹരി ഉപയോഗം എന്ന സംശയത്തിൽ പരിശോധന നടത്തുമ്പോൾ ഇവരെ പിടികൂടുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടാൻ ഒരാൾ ഇതിനിടെ റെയ്ഡ് നടക്കുമ്പോൾ വിമാനത്താവളം രക്ഷപ്പെടാൻ ശ്രമിച്ചു. അയാളെ അവിടെ പോയും പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വിശദ പരിശോധന, എത്ര കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, മറ്റാർക്കൊക്കെ പങ്കുണ്ട്, മലയാളികൾക്ക് എത്ര പേർ ഇതിനകം തന്നെ ഈ കെണിയിൽ വീണിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടത്തുകയാണ് ശ്രീകാര്യം പോലീസ്. വലിയൊരു തട്ടിപ്പ് മാഫിയ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ, അതും കേരളം കേന്ദ്രീകരിച്ച്, തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചൊരു മാഫിയ, ഓൺലൈൻ തട്ടിപ്പ് മാഫിയയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അവരുടെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരും. വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വലിയ തട്ടിപ്പ് മാഫിയ കേരളം കേന്ദ്രീകരിച്ച് നമ്മുടെ തലസ്ഥാന നഗരത്ത് പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പരീക്ഷാ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. 6 മണിക്കൂറായിരിക്കും ചർച്ച. സ്പീക്കറുമായി നടന്ന ചർച്ചയിൽ ഈ സംബന്ധിച്ച് തീരുമാനമായി. വി വിനോദ് ഉണ്ട്. വിനോദ്, ഇന്നലെയാണ് ഈ ബില്ല്, ഇതുമായി ബന്ധപ്പെട്ട് ചില ബില്ലുകൾ പാസ്സാക്കാൻ ചില തീരുമാനങ്ങൾ ആയിരുന്നു. കേന്ദ്ര സർക്കാരിന് അത് അംഗീകരിക്കാനും അത് നടപ്പിലാക്കാനും പറ്റി. അത് മാത്രമല്ല, പാർലമെന്റ് ഇന്നലെയും സ്തംഭിക്കുകയാണ് പൂർണ്ണമായും. പല സമയത്തായി പ്രതിപക്ഷ ബഹളമുണ്ടായിരുന്നു. അവരുടെ ആവശ്യം അമിത്ഷാ ഈ വിഷയത്തിൽ, വിദ്യാർത്ഥികളെ മർദ്ദിച്ച വിഷയത്തിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സമാനമായ ആവശ്യം കടുപ്പിക്കാൻ തന്നെയല്ലേ സാധ്യത? അപ്പോഴും ചില വിഷയങ്ങളിൽ ഒരു സമവായമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അറിഞ്ഞത് പ്രതിപക്ഷം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കും. 6 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെട്ടിരുന്നു. പ്രധാനമായും കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് പ്രയോഗം ഉൾപ്പെടെ നടന്നു. ഇക്കാര്യത്തിൽ അമിത്ഷാ കാര്യങ്ങൾ വിശദീകരിക്കണം. ആഭ്യന്തരമന്ത്രിയുടെ ഒരു വിശദീകരണം വേണം എന്ന കാര്യമാണ് പ്രധാനമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ കഴിഞ്ഞു എന്നതാണ് സർക്കാരിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം.
മന്ത്രിയുടെ രാജിയോടുകൂടി കോൺഗ്രസ് ഈ കാര്യത്തിൽ കൊണ്ടുവന്ന CJPയുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്ക് പോയിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്കെത്തി. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് കേരളത്തിലെ കർണാടകയിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനൊരു മേൽക്കൈ കിട്ടുന്ന സാഹചര്യം അത് മന്ത്രിയുടെ രാജിയോടുകൂടി ഒഴിവാക്കാൻ കഴിഞ്ഞു. ഇനി ഭേദഗതി ബില്ലിൽ യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഈ പരീക്ഷാർത്ഥികൾ വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ തന്നെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമ ഭേദഗതി കൊണ്ടുവരിക, ഇതാണ് കേന്ദ്രത്തെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ള കാര്യം. പ്രത്യേകിച്ച് BJPയിലെ യുവ നേതാക്കളെ, മറ്റൊന്ന് തൃണമൂലിൽ നിന്ന് അടർന്നു വന്ന നേതാക്കളുണ്ട്, അതിൽ യുവാക്കളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കുക, അങ്ങനെ നിലപാട് വ്യക്തമാക്കുക എന്നൊരു കാര്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. അവിടെയും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഈ അമിത്ഷായുടെ വിശദീകരണം എന്ന ഒരു ആവശ്യം അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, ഈ എഥനോൾ ആയി ബന്ധപ്പെട്ട് E20 എന്ന ഇന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങൾ, അത് ഏത് നിലയ്ക്ക് ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ ഒക്കെ തന്നെ ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. CJPയുടെ സമരം ഈ പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് നീറ്റിൻ്റെ വിഷയത്തിൽ അവസാനിച്ചെങ്കിൽ പോലും സർക്കാരിനെ ആക്രമിക്കുക എന്നൊരു താല്പര്യം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ഇത് എങ്ങനെ വിനിയോഗിക്കും? പുതിയ സംവിധാനം, ഒരുപക്ഷെ 4-ാം തീയതി നടക്കുന്ന പാർലമെൻറ്റ് മാർച്ചുണ്ട്, മോട്ടോർ വാഹന ഉടമകളുടെ അങ്ങനെയുള്ള സംഘടനകളുടെ മാർച്ചുണ്ട്. ഇതിലൊക്കെ തന്നെ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന തീരുമാനം, നിലപാട് എന്ത് എന്നത് വളരെ കൗതുകത്തോടു കൂടിയാണ് രാജ്യം നോക്കുന്നത്. BJPയെ പ്രതിരോധത്തിലാക്കാൻ നീറ്റ് പരീക്ഷാ സമരത്തിൽ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് തുടർന്നു കൊണ്ടുപോവുക എന്നൊരു വലിയ വെല്ലുവിളി കോൺഗ്രസിന് മുന്നിലുണ്ട്. ഇനിയുള്ള കാര്യങ്ങളിലും അമിത്ഷായുടെ പ്രസ്താവന വേണമെന്ന് ആവശ്യപ്പെടുന്നതിൽ പോലും അത്തരമൊരു കാര്യമുണ്ട്. അതിന് പിന്നാലെ ഈ CJP സമരത്തിന് പിന്നാലെ തന്നെ ഈ ഇന്ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു പുനഃസംഘടന വരാൻ പോവുകയാണ്. മന്ത്രിയുടെ രാജി ഉണ്ടായി, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനും വിശദീകരിക്കാനും കഴിയും. മറ്റ് തരത്തിലുള്ള അഴിമതികളില്ല എന്ന് ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വമുള്ള 2024 ഇതേ തരത്തിൽ പരീക്ഷാ ക്രമക്കേട് നടന്നു, അന്നും ഇതേ മന്ത്രിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ തിരുത്തലുകൾക്ക് ഇത്രയും കാലതാമസമുണ്ടായി, അല്ലെങ്കിൽ തിരുത്തലുകൾക്ക് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തയ്യാറായില്ല എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് ഉയർന്നു വന്നതാണ്. അതെല്ലാം മറികടക്കുന്നതിന് ഈ രാജി കൊണ്ട് സർക്കാരിന് സാധിച്ചു എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രതികൾക്കെതിരെ IPC 323 വകുപ്പ് കൂടി ചുമത്താൻ പ്രോസിക്യൂഷൻ അനുമതി തേടിയിരുന്നു. ഈ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേസിന്റെ സാക്ഷി വിസ്താരം എന്ന് തുടങ്ങുമെന്ന കാര്യവും ഇന്ന് തീരുമാനിച്ചേക്കും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രതികൾക്കെതിരെ 323 ചുമത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുള്ള അനുമതി പ്രോസിക്യൂഷൻ തേടിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിചാരണ നടപടികൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പോലും കോടതി ഈ അഭിമന്യു കേസിൽ കടന്നിരിക്കുന്നത്. അത് തന്നെ ഏറെ വിവാദമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വരുന്നത് എന്നുള്ളൊരു ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നേടിയ ഒരു കേസ് തന്നെയായിരുന്നു മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായ അഭിമന്യുവിന്റെ കൊലപാതകം. എന്തായാലും 2018 അഭിമന്യു കൊല്ലപ്പെട്ടത്. അതിനുശേഷം 1-ാം പ്രതിയെ പിടിക്കുന്നതിലടക്കം വലിയ കാലതാമസമുണ്ടായി. പിന്നീട് പോലീസ് ഏറെ പഴി കേൾക്കുകയും ചെയ്തു. അതിൽ പിന്നീട് പ്രതികളെ എല്ലാം പിടികൂടി. ഒടുവിൽ കേസിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുന്തോറും ഇനി എന്ന് വിചാരണ തുടങ്ങാം എന്നതിൽ കഴിഞ്ഞ തവണ കോടതി ചേർന്നപ്പോൾ അന്ന് തീയതി വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അതിനിടയിലാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് ഒരു വകുപ്പ് കൂടി പ്രതികൾക്കെതിരെ ചുമത്തേണ്ടതുണ്ട്. അതായത് IPC 323 ബോധപൂർവം പരിക്കേൽപ്പിക്കുക എന്ന വകുപ്പ് കൂടി ചേർക്കേണ്ടതുണ്ടെന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിലായിരിക്കും ഇന്ന് വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കുക. ഒടുവിലായിരിക്കും ആ വകുപ്പ് കൂടി ചേർക്കണമോ വേണ്ടയോ എന്നതിലൊരു തീരുമാനം എടുക്കുക. കോടതിയിൽ നിന്നൊരു തീരുമാനമുണ്ടാകുക. പ്രോസിക്യൂഷൻ പറയുന്നത് പ്രതികൾക്കെതിരെ പഴുതടച്ച ഒരു പരമാവധി ശിക്ഷ ലഭിക്കുക എന്നതിനു വേണ്ടി പഴുതടച്ച ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പ്രോസിക്യൂഷൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വകുപ്പ് കൂടി ചുമത്തേണ്ടതെന്നാണ്
പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും പ്രതിഭാഗം ഇതിനെ എതിർക്കുകയാണ്. അവസാന നിമിഷത്തിൽ ഇത്തരത്തിൽ പുതിയ വകുപ്പ് കൂടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും അതിൽ ഇന്ന് വിശദമായിട്ടുള്ള വാദം നടക്കും. അതിനുശേഷമായിരിക്കും കോടതി ആ വകുപ്പ് കൂടി ചേർക്കണമോ വേണ്ടയോ എന്നതിലൊരു ഉത്തരവ് പറയുക. നിലവിൽ കൊലപാതക ശ്രമം, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ 8 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിൽ അടക്കം പ്രതികൾ കുറ്റം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ആ ഒരു വാദം കേട്ടതിന് ശേഷം ഇനി എന്നാണ് ഇതിന്റെ വിചാരണ എന്ന് ആരംഭിക്കുമെന്ന തീയതി ചിലപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും അജികുമാറും അറസ്റ്റിലായത്. ദേവസ്വം ബോർഡ് അംഗം, ഇടത് ഭരണകാലത്ത് ഭരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ 3ാമത്തെ ആളാണ് ഈ സ്വർണ്ണക്കള്ളക്കേസിൽ അറസ്റ്റിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. ഒരു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് അപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. വിനീഷ് ചേരുന്നു. വിനീഷ്, പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം 2024 കഴിഞ്ഞുള്ള ഘട്ടത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ആ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ SIT കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേവസ്വം മാനുവലൊക്കെ മറികടന്നുള്ള പ്രവർത്തനങ്ങളാണ് ആ 3ാമത്തെ ബോർഡും കാഴ്ചവെച്ചത്. അതിൽ തെളിവുകളുണ്ട്. പ്രശാന്തും അജികുമാറും ജയിലിലാണ്. ഇപ്പോൾ SITയുടെ നീക്കം എങ്ങനെയാണ്? അതിലേക്ക് വരാം. വിനേഷിലേക്ക് വരാം. അതിനു മുൻപ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ CBI അന്വേഷണ ആവശ്യം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവരും നൽകിയ ഹർജികളിലാണ് വാദം കേൾക്കുക. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഈ കേസിലെ അന്വേഷണം, SIT അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണല്ലോ ഈ ഹർജിക്കാരുടെ വാദം. പക്ഷേ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം SIT പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രശാന്ത് അടക്കം അറസ്റ്റിലായ പശ്ചാത്തലമുണ്ട്. അതൊക്കെ പരിഗണിക്കുമ്പോൾ കോടതി CBI അന്വേഷണം എന്ന ആവശ്യം അത് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? രഞ്ജിത്ത്, കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിക്കുമ്പോഴും കോടതി പറഞ്ഞത് SIT അന്വേഷണം കൃത്യമായ നിലയിലേക്കാണല്ലോ പോകുന്നത്. കേരളത്തിലെ തന്നെ മികച്ച ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ രാജ്യത്തെ തന്നെ മികച്ച ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ച് CBI അന്വേഷണം വേണ്ടതില്ല എന്ന നിലപാട് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ഈ ഹർജിയിൽ വാദം നടക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ ഈ ഹർജിക്കാർ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ഹർജിക്കാർ പറയുന്നത്, CBI അന്വേഷണം ശരിയായ ദിശയിലേക്കല്ല പോകുന്നത്. പല പ്രതികളും രക്ഷപ്പെടുന്ന തരത്തിലേക്കുള്ള നടപടികളാണ്, അല്ലെങ്കിൽ പലരെയും രക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു CBI അന്വേഷണം വന്നാൽ മാത്രമേ ഇതിലെ എല്ലാ പ്രതികളെയും പിടികൂടുകയുള്ളൂ, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് ഈ ഹർജിക്കാർ പറയുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരാണ് ഹർജി സമർപ്പിക്കുകയും ചെയ്തത്. പക്ഷേ കോടതി എടുത്തിരിക്കുന്ന നിലപാട് SITയുടെ അന്വേഷണം കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ അടക്കം നിരീക്ഷണം അല്ലെങ്കിൽ ഒരു മേൽനോട്ടം ഈ സംഘത്തിന് മേലുണ്ട്, SIT സംഘത്തിന് മേലുണ്ട്. അതുകൊണ്ട് നിലവിൽ CBI അന്വേഷണം വേണ്ട എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയും പലതവണയും പരാമർശം നടത്തിയത്. എന്തായാലും ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതി ഇന്ന് എന്താണ് പറയുന്നത് എന്നത് ഏറെ നിർണായകമായി തന്നെ നോക്കിക്കാണുന്നുണ്ട്. CBI അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതിയുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശം തന്നെയായിരിക്കും ഇന്നും ഉണ്ടാകുക. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരാണ് CBI അന്വേഷണം എന്ന ആവശ്യം. നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമൊക്കെ ആയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണത്തിനായി മുന്നോട്ട് വരുമെന്നുള്ള കാര്യമൊക്കെ. ഇതിനിടയിൽ ഈ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ഈ അപേക്ഷ ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. ഒരുപക്ഷെ SITയുടെ ആവശ്യം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ചോദ്യം ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഈ തെളിവുകൾ തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം അറസ്റ്റിലായ അജികുമാറിനെയും പ്രശാന്തിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി SITക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാർത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും ചില ക്രമക്കേടുകൾ
കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. നമുക്കിപ്പോൾ സംസ്ഥാന വ്യാപകമായി ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ക്ഷേത്രങ്ങളിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വാർഷിക കണക്കുകളിലെ പൊരുത്തക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഓഡിറ്റിന്റെ തൽസ്ഥിതി അറിയിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. ദേവസ്വത്തിലെ ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും കണക്കുകളിൽ ഗുരുതര ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. തുടർന്നാണ് ഓഡിറ്റ് വിഭാഗം ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ഡിജിറ്റൽ പണമിടപാടുകളുടെ കൃത്യമായ അക്കൗണ്ടിംഗ് ഉറപ്പാക്കുന്ന സംവിധാനം നിലവിലില്ലെന്ന ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ദേവസ്വത്തിന്റെ സാമ്പത്തിക ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ വിദഗ്ധ സ്ഥാപനത്തെ നിയോഗിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസമാണ് അമ്മയിലെ വനിതാ അംഗങ്ങൾ പെൺമക്കൾ ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിക്കുകയും അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചർച്ചകൾ വരികയും ചെയ്തു. അത് മാത്രമല്ല പുതിയൊരു തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടണമെന്നും ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്നും ഒക്കെയുള്ള ആവശ്യം മാലാപാർവതി അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നീടുള്ള സ്ഥിതിഗതികൾ വ്യക്തമായിട്ടില്ല. അതിന് എത്രത്തോളം പിന്തുണ വന്നിട്ടുണ്ട് എന്നറിയില്ല. 120ഓളം അംഗങ്ങൾ ഉള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശമൊക്കെ വന്നത്. ചില പുരുഷ അംഗങ്ങളും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവുമായി ബന്ധപ്പെട്ട് പിന്തുണ നൽകി കലാഭവൻ ഷാജോൺ അടക്കം എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നടി ലക്ഷ്മിപ്രിയക്കെതിരായി ഉള്ള പരാതിയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നടി അൻസിബ ഹസൻ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. അൻസിബയുടെ ഹർജി നേരത്തെ കീഴ്ക്കോടതി തള്ളിയ ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനെ തുടർന്നാണ് അൻസിബ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. കേസെടുക്കാനാവില്ല എന്ന് എറണാകുളം CJM കോടതിയാണ് ഉത്തരവിട്ടത്. മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നവമി തുടരുന്നുണ്ട്. നവമി നിയമപോരാട്ടം അമ്മയിൽ പുരോഗമിക്കുകയാണ്. അൻസിബ രണ്ടും കൽപ്പിച്ചാണ് എന്ന് വേണം കരുതാൻ. അൻസിബയ്ക്ക് കാര്യമായ പിന്തുണ പല മേഖലകളിൽ നിന്നുമുണ്ട്. ഒരു ഭാഗത്ത് സംഘടനയിൽ തല്ല് കാര്യമായി തുടരുന്നു, മറുഭാഗത്ത് കോടതിക്കും പോലീസിനും സ്വസ്ഥതയില്ല ഈ അമ്മ എന്ന സംഘടനയെക്കൊണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അത് തന്നെയാണ് രഞ്ജിത്ത്. എന്തായാലും അൻസിബ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു അൻസിബയുടെ ഹർജി പരിഗണിച്ചത്. അത് ലക്ഷ്മിപ്രിയ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും വ്യക്തിഹത്യ ചെയ്യുന്ന പരാമർശങ്ങളും അതിൽ കൂടി നടത്തി എന്നാണ് അൻസിബ കണ്ടെത്തിയിരിക്കുന്നത്. അത് ശ്വേതാ മേനോനും അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഒപ്പം യൂട്യൂബ് ചാനലിന്റെ ഉടമ എന്നീ 3 പേർക്കെതിരെയായിരുന്നു പരാതി നൽകിയത്. ആദ്യം പാലാരിവട്ടം പോലീസിന് പരാതി നൽകി. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, അതിനപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ കേസായിട്ട് ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പാലാരിവട്ടം പോലീസ് കണ്ടെത്തിയത്. ഇത് അൻസിബയെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് പാലാരിവട്ടം പോലീസ് കോടതിയിൽ അത് റിപ്പോർട്ട് നൽകി. ഇന്നലെ ആ റിപ്പോർട്ട് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അൻസിബ കോടതിയെ സമീപിച്ചു. കോടതിയിലും പ്രതിഭാഗത്ത് നിൽക്കുന്നത് പാലാരിവട്ടം SI അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഇവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ സെഷൻസ് കോടതിയിൽ അൻസിബ പോവുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോഴും കോടതി സമാനമായ നിരീക്ഷണം തന്നെയാണ് നടത്തിയത്. അൻസിബയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, അല്ലാതെ ഇതിപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചുമത്തി പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്ന് കോടതിയും ഉത്തരവിട്ടു. 29-ാം തീയതി അൻസിബയ്ക്ക് നേരിട്ട് കോടതിയിൽ വന്ന് മൊഴി നൽകാം എന്നുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ അൻസിബയുടെ നിലപാട് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നീതി നിഷേധവും നിയമവിരുദ്ധവുമാണെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. മാനനഷ്ട കേസിൽ നടപടിക്കല്ല കോടതിയെ സമീപിച്ചത്, പകരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിനാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് അൻസിബയുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അൻസിബ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ്. നേരത്തെ പോലീസിനെതിരെ കേസ് കൊടുത്തു. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ നടപടിക്ക് എതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ അൻസിബ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള പിന്തുണയുമുണ്ട്. താരസംഘടനയായ അമ്മയുടെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ ഒതുക്കാതെ വീണ്ടും ഇത്തരത്തിൽ നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഇന്നലെ ശ്വേതാ മേനോന്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ രമേശ് പിഷാരടി ഈ ഹർജിയിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനോ കേസുമായി മുന്നോട്ട് പോകുവാനോ താല്പര്യമില്ല എന്ന് രമേശ് പിഷാരടി കോടതിയെ അറിയിച്ചു. താൻ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. അതോടെ ഇനി തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല, തന്റെ ഹർജി പിൻവലിക്കുന്നു എന്ന് ഹൈക്കോടതി ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ആ ഹർജി അടുത്ത ദിവസം പരിഗണിക്കുകയും ചെയ്യും.
എന്തായാലും താരസംഘടനയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിനിടയിലാണ് ഈ മാലാപാർവതി അടക്കമുള്ളവർ ഒരു രജിസ്ട്രാർ ഭരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ ഒരു കത്തെഴുതുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ എന്തായാലും ഇനി ഒരു ഉടനെ ജനറൽ ബോഡി ഉണ്ടാകുമോ, എന്താണ് ഇതിൽ ഒരു തീരുമാനം, പുതിയ ഭരണസമിതി ഉണ്ടാകുമോ എന്നതിലൊന്നും ഇപ്പോൾ അനിശ്ചിതമായി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശരി നവമി. കഴിഞ്ഞ ദിവസമാണ് പോലീസ് സംരക്ഷണം തേടി കുംഭമേള വൈറൽ പെൺകുട്ടി ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. നേരത്തെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ മധ്യപ്രദേശ് പോലീസിന് ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് മതിയായ സുരക്ഷ നൽകിയോ എന്നതിൽ പാലാരിവട്ടം പോലീസ് വിശദീകരണം നൽകും. സ്വമേധയാ കക്ഷി ചേർത്ത സാഹചര്യത്തിലാണ് പാലാരിവട്ടം പോലീസ് മറുപടി നൽകുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കുട്ടിക്ക് പാലാരിവട്ടം പോലീസ് സംരക്ഷണം നൽകുന്നത് എന്നാണ് വിവരം. സംരക്ഷണം നൽകുന്നതിനായി കണ്ടെത്താനാകുന്നില്ല എന്നാണ്. കുട്ടി എവിടെ എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയില്ല. പോലീസ് നേരത്തെ ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സംരക്ഷണം ഹൈക്കോടതി പിൻവലിച്ചു. ഇവരുടെ ആവശ്യത്തെ തുടർന്നാണ് വീണ്ടും പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ബേക്കൽ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായരെ മാറ്റി. കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎസ്പിമാരുടെ കാര്യത്തിൽ വ്യാപകമായ ഒരു ട്രാൻസ്ഫർ സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. ഇതിനു മുൻപ് ഈ പോലീസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒരു പാട്ടായി ഈ വിമർശനം സന്ദേശം വന്നിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ജില്ലകളിൽ നിന്ന് മാറ്റിയ ഉദ്യോഗസ്ഥരെ വീണ്ടും തിരിച്ച് പ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആഭ്യന്തരമന്ത്രി ഈ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് 150-ലധികം ഡിവൈഎസ്പിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി. അവിടെയാണ് ബേക്കൽ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായത്. കണ്ണൂർ ഇപ്പോൾ അത് വീണ്ടും തിരുത്തൽ വരുത്തിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. പകരം കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി K വിനോദ് കുമാറിനെ ബേക്കലിൽ നിയമിച്ചു. KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, എന്താണ് കോൺഗ്രസിൽ ഈ വിശ്വംഭരൻ നായരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ എതിർപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് വളരെ വേഗം അതിൽ നടപടിയെടുത്തിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ രഞ്ജിത്തെ, അതായത് 161 ഡിവൈഎസ്പിമാരെയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മാറ്റി നിയമിച്ചത്. ഇതിൽ ഈ ബേക്കൽ ഡിവൈഎസ്പി വിശ്വംഭരൻ നായർക്കെതിരെ ഉയർന്ന ഒരു പരാതി ഈ കല്യോട്ട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് അന്ന് അവിടെ നടന്നത്. ആ സമയത്ത് ബേക്കൽ CI ആയിരുന്നു വിശ്വംഭരൻ നായർ. ഈ കോൺഗ്രസ് പ്രവർത്തകരെ വലിയ തോതിൽ വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥനായാണ് വിശ്വംഭരൻ നായർ എന്ന പരാതിയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഉയർത്തിയത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇന്നലെയാണ് രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കാസർഗോഡ് ജില്ലയിലെത്തിയത്. നേരിട്ട് കണ്ട് പ്രവർത്തകർ ഈ കാര്യം പറയുകയും തൊട്ട് പിന്നാലെ രാത്രിയോടുകൂടി തന്നെ ഈ ഒരു ഉത്തരവ് വരികയുമായിരുന്നു. ഏതായാലും ഇദ്ദേഹം ചാർജ് എടുത്തിട്ടില്ല, നിയമന ഉത്തരവ് മാത്രം വന്നത് മാത്രമായിരുന്നു. അങ്ങനെ ഒരു ഡിവൈഎസ്പിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഈ വിശ്വംഭരൻ ഇപ്പോൾ പകരം വിജിലൻസിലേക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. അതോടൊപ്പം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി K വിനോദ് കുമാറിനെ ഇപ്പോൾ ബേക്കലിൽ നിയമിച്ചിട്ടുണ്ട്. എന്തായാലും തുടക്കത്തിൽ തന്നെ ഈ ഒരു ഡിവൈഎസ്പിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിവാദമുണ്ടായിരിക്കുന്നു. അതോടൊപ്പം പല ജില്ലകളിലും ഇത്തരത്തിൽ സ്വന്തംകാരെ ഇങ്ങനെ കയറ്റി എന്നൊക്കെ പരാതിയൊക്കെ വരുന്നുണ്ട്. ഏതായാലും വലിയ കല്ലുകടി തുടക്കത്തിൽ തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടി വരും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ ഈ CI-മാരുടെ നിയമനവും ഇതേപോലെ ഇനി മാറാനുണ്ട്. അതിലും ഇത്തരത്തിലുള്ള പരാതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വിശ്വംഭരൻ നായർക്കെതിരെ വലിയ പരാതിയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാഗത്തുണ്ടായത്. ഇവരൊക്കെ വലിയ തോതിൽ വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥനെ അതേ ബേക്കൽ സ്റ്റേഷനിൽ, അതായത് കല്യോട്ട് ഈ ഇരട്ടക്കൊലപാതകം നടന്ന പരിധിയിൽപ്പെടുന്ന അതേ ബേക്കൽ സ്റ്റേഷനിൽ നിയമിച്ചിട്ടുണ്ടെതിരെയാണ് വലിയ പ്രതിഷേധമുയർന്നത്. ഏതായാലും ചെന്നിത്തല ഇന്നലെ കാസർഗോഡ് ജില്ലയിലെത്തി രാത്രിയോടുകൂടി തന്നെ ഇതിൽ ഈ നിയമനം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങി. രഞ്ജിത്ത്, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന് മലപ്പുറത്തേക്ക് ആണ് ട്രാൻസ്ഫർ. മുഹമ്മദ് ഷിയാസ് MLA-യുമായി വാക്കുതർക്കം ഏർപ്പെട്ട ഉദ്യോഗസ്ഥനും ട്രാൻസ്ഫർ ഉണ്ടായി. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും ജാതകം പരിശോധിക്കാനുള്ള സമയം തനിക്കില്ല എന്നായിരുന്നു മറുപടി. ഏതായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യത്യാസം സംഭവിച്ചത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.
സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തി ഇപ്പോൾ അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിൽ തുടർച്ചയായ 4 ദിവസത്തെ ഒരു ഇടവേളയുണ്ട്. 4ാം രാത്രിയിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായില്ല. അതിന് ട്രംപ് കാരണമായി പറയുന്നത് ഇറാൻ യുദ്ധത്തിനായി സമാധാനത്തിനായി അല്ലെങ്കിൽ ആക്രമണം നിർത്താനായി തന്നോട് യാചിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ചർച്ചകൾ തുടരുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ ആരോടും യാചിക്കില്ല എന്നാണ് ഇറാൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം. യാചന തങ്ങളുടെ രക്തത്തിൽ ഇല്ലെന്നും ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹാജി ബാബായി പറഞ്ഞു. അതേസമയം ഇറാഖിൽ നിന്ന് തുടർച്ചയായി സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഇന്ന് നടക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നെതന്യാഹു അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിലെന്തായിരിക്കും? ആക്രമണം കടുപ്പിക്കുകയാണോ അതോ കാര്യങ്ങൾ ഇസ്രായേലിനെ ട്രംപ് പറഞ്ഞ് മനസ്സിലാക്കുകയാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഏതായാലും യാചിച്ചു എന്ന വാക്ക് തങ്ങളുടെ രക്തത്തിലില്ല എന്നുള്ള ഇറാന്റെ പ്രസ്താവന ട്രംപിനെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിപ്പോൾ യുദ്ധം സംഭവിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെയൊക്കെ ഫലങ്ങൾ ആഗോള എണ്ണ വിപണിയിലും മറ്റും സംഭവിക്കുന്നുണ്ട്. 88 എണ്ണ വില താഴ്ന്നിട്ടുണ്ട്, ഏതാണ്ട് 100 കഴിഞ്ഞ എണ്ണവില. പക്ഷെ അപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള ചില പ്രസ്താവനകളല്ലാതെ ഒരു തരത്തിലും ചർച്ചകളുടെ ലക്ഷണങ്ങളില്ല. ഇറാൻ പറയുന്ന ഹോർമുസ് തങ്ങൾക്ക് പൂർണ്ണമായും തങ്ങളുടെ പക്കലാണ്, തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? ഈ വലിയൊരു ആക്രമണത്തിനായുള്ള ഒരു ഇടവേള എന്ന ഇസ്രായേൽ മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ടല്ലോ, അത് സത്യമാവുകയാണോ? രഞ്ജിത്ത്, ഇറാൻ 1 ഇഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവരുടെ പ്രസ്താവന ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് തങ്ങൾ അങ്ങനെ ആരുടെങ്കിലും യുദ്ധം നിർത്താൻ വേണ്ടി യാചിക്കും, അങ്ങനെ യാചിക്കുന്നൊരു ശീലം തങ്ങൾക്കില്ല എന്ന കാര്യമാണ്. അവരുടെ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹാജി ബാബായിയാണ് അങ്ങനെ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യുദ്ധം എങ്കിൽ യുദ്ധം, അത് മുസ്തഫ ഖമേനി നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ അമേരിക്ക ആകട്ടെ ഇപ്പോൾ 4 ദിവസം പിന്നിടുന്നുണ്ട്, വളരെ നിശബ്ദമായി നിൽക്കുന്നു, ആക്രമണം തുടരുന്നില്ല. തുടർച്ചയായി ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്ന അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആക്രമണം നിർത്തുന്ന ഒരു നിലയിലേക്ക് പോയി. അതിന് കാരണമായി പറയുന്നത് സെൻട്രൽ കമാൻഡിൻ്റെ ചീഫ്, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചീഫാണ് ബ്രാഡ് കൂപ്പറിൻ്റെ നിർദ്ദേശം ട്രംപിന് മേൽ ഉണ്ടായി. അല്ലെങ്കിൽ ട്രംപിനോട് അദ്ദേഹം പറഞ്ഞത് ഇനി ഇങ്ങനെ യുദ്ധം തുടർന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. കാരണം പ്രത്യേകിച്ച് അമേരിക്കയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഇറങ്ങുകയായിരുന്നു. പിന്നീട് ഹോർമൂസ് പോലുള്ള ചർച്ചയിലേക്ക് അതിൽ നിന്നുള്ള ഒരു ലാഭക്കൊതി ട്രംപിന് ഉണ്ടായി. പക്ഷേ അതൊന്നും തന്നെ അമേരിക്കയ്ക്ക് ആത്യന്തികമായി മെച്ചമുണ്ടാക്കില്ല. മാത്രമല്ല
ഗൾഫിലെ സഖ്യരാജ്യങ്ങളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ആയുധം കൊടുക്കുന്നതിന് പരിമിതിയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പല കരാറുകളുണ്ട്. പക്ഷേ ആ രാജ്യങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ പണം കൊടുത്ത് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതിനോട് താല്പര്യമില്ല. അവരുടെ ബജറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ വ്യവസായത്തെയും ഈ എണ്ണ കച്ചവടത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് സൗദി ആകട്ടെ, ബഹ്റിനാകട്ടെ, ഖത്തറാകട്ടെ, കുവൈറ്റ് ആകട്ടെ, UAE ആകട്ടെ, അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇങ്ങനെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനോട് അല്ലെങ്കിൽ ഈ ഡ്രോണും മിസൈലുമൊക്കെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ കൂടുതലായി പണം കൊടുത്ത് വാങ്ങുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. കാരണം അവരുടെ താല്പര്യപ്രകാരമല്ല ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശമുണ്ടാകുന്നു. ഇത് ട്രംപ് മുഖവിലക്കെടുക്കുകയാണ്. അവിടെയാണ് ചില ചർച്ചകൾക്ക് പ്രാധാന്യം വരുന്നത്. നെതന്യാഹു ഇപ്പോൾ തന്നെ US-ലെത്തിയിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ വെച്ച് ഇന്ന് ചർച്ച നടക്കും. നെതന്യാഹുവിൻ്റെ താല്പര്യം യുദ്ധം തുടരണം എന്ന കാര്യമാണ്. അക്കാര്യത്തിൽ ട്രംപ് എന്ത് നിലപാടെടുക്കും? നെതന്യാഹുവിനെ പറഞ്ഞു മനസ്സിലാക്കുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ആക്രമണം അമേരിക്ക വെടിനിർത്തൽ പാലിച്ചപ്പോൾ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ പ്രസ്താവന ഉണ്ടാകുകയും ലെബനിലേക്ക്, ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു. അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയ തലവേദന ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ നെതന്യാഹുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അത് അനുസരിക്കുമോ എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇതുവരെ യുദ്ധത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന ഇറാഖ് ഈ സീനിലേക്ക് വരുന്നു എന്നത് മറ്റൊരു കൗതുകമുള്ള കാര്യമാണ്. മാസങ്ങൾ പിന്നിടുകയാണ്. ഖമേനി കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിലാണ്. പക്ഷേ അതിനുശേഷം പല രാജ്യങ്ങളിലേക്കും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നെങ്കിലും ഗൾഫ് മേഖലയിലുള്ള ഇറാഖ് നിശബ്ദത പാലിക്കുകയായിരുന്നു. അവിടുത്തെ സായുധ ഗ്രൂപ്പുകൾ ഇപ്പോൾ സൗദിയെ ആക്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷിയ ഗ്രൂപ്പുകളാണ് അവിടെ നിന്നുള്ള ഇറാഖിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൗദിയെ ആക്രമിക്കുന്നു. സൗദി അത് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ആരാംകോ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കാണ് ഇറാഖിൽ നിന്ന് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഇറാഖിന്റെ ഭാഗത്ത് നിന്നുള്ള ഇപ്പോഴത്തെ ആക്രമണം. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണണം ഈ സമാധാന ചർച്ചകളുടെ പുരോഗതി. ഒപ്പം ഇന്നത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനം അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യമൊക്കെ. ഏതായാലും വരുന്ന 30 മുതൽ തുടർച്ചയായ ഒരാഴ്ചത്തേക്ക് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കു സാധ്യത. തുടർച്ചയായി ഒരാഴ്ചത്തേക്ക് മഴ ലഭിച്ചാൽ ഡാമുകളിലെ നീരൊഴുക്ക് കൂടുമെന്നാണ് പ്രതീക്ഷ എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ ന്യൂസ് 18 പറഞ്ഞു. മൺസൂൺ മഴയിൽ കേരളത്തിലുണ്ടായത് 37% കുറവാണ്. ഇടുക്കി, വയനാട് ജില്ലകളിൽ ആകെ ലഭിച്ചത് 42% മഴ മാത്രമാണ് എന്നും നീത കെ ഗോപാൽ വ്യക്തമാക്കി. ഇന്ന് വരയ്ക്കും 37% മഴക്കുറവുണ്ട് കേരളത്തിൽ ആകെ നോക്കുമ്പോൾ. അതായത് ജൂൺ 1 മുതൽ 27 ജൂലൈ വരെയുള്ള കണക്കാണിത്. അതിൽ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും മഴക്കുറവ് അനുഭവപ്പെടുന്നത് വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ്. സ്വാഭാവികമായിട്ടും സാധാരണ ഒരു കാലവർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന 2 ജില്ലകളാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡായിട്ടുള്ള ഈ 2 ജില്ലകളെന്ന് പറയുന്നത്. പക്ഷേ ഈ വർഷം ദൗർഭാഗ്യവശാൽ ഈ 2 ജില്ലകളിലുമാണ് ഏറ്റവും മഴക്കുറവ്. വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും 40% മഴ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഈ ജൂലൈ അവസാനം, അതായത് 30-ാം തീയതി, ഈ വരും ദിവസങ്ങളിൽ മഴ കുറച്ചുകൂടി സ്ഥലങ്ങളിൽ കൂടുതൽ മഴ പെയ്യും. പക്ഷേ 30-31 പിന്നെ ഓഗസ്റ്റിൻ്റെ ആദ്യത്തെ ഒരു ആഴ്ച നമുക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് മഴ പെയ്യും. പല ജില്ലകളിലും ശക്തമായതോ അതിശക്തമായുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ടാണ് പല ജില്ലകളിലും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി വെതർ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ഉപജീവനമാർഗം കണ്ടെത്തുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച മൈക്രോ പ്ലാൻ ഫണ്ട് ലഭിച്ചില്ല എന്നാരോപിച്ചാണ് ദുരന്തബാധിതർ കുടുംബശ്രീ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവിതം കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി ചെറുകിട സംരംഭങ്ങൾക്കായി ഓരോ കുടുംബത്തിനും 2 ലക്ഷം രൂപ വരെ ധനസഹായം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അർഹരായ പലർക്കും ഈ തുക അക്കൗണ്ടിലെത്തിയില്ലെന്നാണ് പരാതി. ഫണ്ട് അനുവദിക്കുന്നതിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സമരക്കാർ ആരോപിക്കുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. സഹായം മാത്രം സമയത്തിന് കിട്ടുന്നില്ലെന്നാണ് ദുരന്തബാധിതരുടെ പരാതി. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം.
ന്യൂസ് 18 വയനാട്. മാനനഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച കർമ്മ ന്യൂസിന് വക്കീൽ നോട്ടീസ് അയച്ച് പി കെ ശ്രീമതി. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ മുഖേന നോട്ടീസ് നൽകിയത്. മരണമടഞ്ഞ മറ്റൊരു MLA-യുടെ ഭാര്യയാണെന്ന വ്യാജരേഖ നൽകി പി കെ ശ്രീമതി പെൻഷൻ വാങ്ങുന്നു എന്നായിരുന്നു കർമ്മ ന്യൂസിന്റെ വാർത്ത. മുൻഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരായ അഴിമതി ആരോപണ കേസിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. റിപ്പോർട്ട് അടുത്ത മാസം 20-നകം സമർപ്പിക്കണം. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കെ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഭാര്യ ബിന്ദു മേനോന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിന് വഴിവിട്ട സഹായം നൽകിയെന്ന പരാതിയിലാണ് കോടതിയുടെ ഇടപെടൽ. കൊച്ചി കടവന്ത്ര സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ചെഷയർ ടാർസനാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേരഫെഡിന്റെ വെളിച്ചെണ്ണ ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലും മിൽമ ഉൽപ്പന്നങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ വിപണനം നടത്തുന്നതിനുമുള്ള കരാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൽകിയെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. വാദിക്ക് വേണ്ടി അഡ്വക്കേറ്റ് N രമേശൻ ഹാജരായി. ഭാര്യ ബിന്ദു മേനോനും ചില ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെയാണ് ഈ കേസിൽ ഈ പരാതി ബോധിപ്പിച്ചിട്ടുള്ളത്. മിൽമയുടെയും കേരഫെഡിൻ്റെയും വിദേശ വിപണന അവകാശങ്ങൾ ശ്രീമതി ബിന്ദു മേനോൻ്റെ ഉടമസ്ഥതയിലുള്ള മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന സ്ഥാപനത്തിന് യാതൊരു നടപടികളും പൂർത്തിയാക്കാതെ നൽകി എന്നുള്ളതാണ് പരാതിക്കാസ്പദമായ വിഷയം. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഈ 2 സ്ഥാപനങ്ങളുടെയും വിദേശ വിപണന അവകാശം നിയമാനുസൃതമായ ടെൻഡർ വിളിക്കുകയോ അല്ലെങ്കിൽ കൊട്ടേഷൻ സ്വീകരിക്കുകയോ ചെയ്യാതെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് നൽകിയതിലൂടെ അധികാര ദുർവിനിയോഗവും അതുപോലെ തന്നെ മറ്റ് മോശമായ പ്രവൃത്തികൾ നടത്തി എന്നുള്ളതാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണ വിഷയങ്ങൾ. അധ്യാപികമാർ പ്രതികളായ വടകര MDMA കേസിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക സംഘം. പിടിയിലായ 2 പേർക്ക് പുറമെ കൂടുതൽ അധ്യാപകർ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായോ എന്നാണ് പരിശോധിക്കുന്നത്. ആദ്യം കസ്റ്റഡിയിലായ കീർത്തന വിദ്യാർത്ഥികൾക്ക് ലഹരി കൈമാറിയോ എന്ന അന്വേഷണവുമുണ്ട്. അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 2 തരത്തിലാണ്. ഒന്ന്, ഈ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഇവരേതൊക്കെ മേഖലകളിൽ മയക്കുമരുന്ന് വിതരണം നടത്തി? ഇവരുടെ പിന്നിലുള്ളത് ആരാണ്? ഇവരെങ്ങനെ ഇതിൻ്റെ കാരിയർമാരായി? ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. അപ്പം മറ്റധ്യാപകരുമായി ബന്ധപ്പെട്ട അന്വേഷണമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എന്തൊക്കെ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിന് അവർ നടത്തിയിട്ടുള്ളത്? രഞ്ജിത്ത്, പ്രാഥമികമായി തന്നെ കൂടുതൽ അധ്യാപകർ ഈ ചങ്ങലയുടെ കണ്ണിയാണോ എന്ന പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. കാരണം ആദ്യം ഈ മയക്കുമരുന്നുമായി ഒരു യുവാവിനെ പിടികൂടിയിരുന്നു. ആ യുവാവിന്റെ മൊബൈൽ ഫോണുകളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കീർത്തന എന്ന അധ്യാപികയിലേക്ക് ആദ്യം അന്വേഷണം എത്തിയത്. ലക്ഷക്കണക്കിന് രൂപ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അത് MDMA വാങ്ങുന്നതിനായി നൽകിയ പണമാണ് എന്നാണ് ഈ പ്രതികൾ ചോദ്യം ചെയ്യലിൽ പിന്നീട് സമ്മതിക്കുകയും ചെയ്ത്. ഒപ്പം ഈ പണം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ലഹരി വാങ്ങാൻ പറ്റുന്ന ഇടത്തെക്കുറിച്ചുള്ള ലൊക്കേഷൻ അടക്കം ഷെയർ ചെയ്യുകയും ഇവർ ആ സ്ഥലത്ത് എത്തുമ്പോൾ കൃത്യമായി മറ്റ് ഇടനിലക്കാർ അവിടേക്ക് വരികയും ഈ MDMA കൈമാറുകയും ചെയ്യുന്നതായിരുന്നു രീതി. പിന്നീടാണ് ഈ 2ാമത്തെ അധ്യാപികയായ കാവ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ലഭിക്കുകയും പിന്നീട് നടത്തിയ വിശദമായ പരിശോധനക്കൊടുവിൽ കാവ്യയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ BRCയിൽ തന്നെ ഈ കാവ്യയ്ക്കും കീർത്തനയ്ക്കുമൊപ്പം മറ്റൊരു അധ്യാപിക ഏറെ അടുത്ത് ഇടപഴകി എന്നാണ് നേരത്തെ അവിടെ നിന്നുള്ള സഹപ്രവർത്തകർ തന്നെ പറയുന്നത്. ഇവർ 3 പേരും ഒറ്റക്കെട്ടായാണ് അവിടെ യോഗങ്ങൾക്ക് പോവുകയും അവിടെ ചെല്ലുമ്പോൾ ഇരിക്കുകയും പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ അധ്യാപികയ്ക്കും ഒരു പക്ഷേ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. ഇതേക്കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധനകൾ നടത്തും. ഒപ്പം ഈ 2 പേരെയും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന 2 പേരെയും കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് അവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. എങ്ങനെയാണ് ഇവർ ഈ ലഹരിയുടെ കണ്ണികളായി മാറിയത്? കാരണം 1 വർഷം മുമ്പ് വരെ അങ്ങേയറ്റം സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഇവർ 2 പേരും. പക്ഷെ വളരെ പെട്ടെന്ന് അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുന്നു. വസ്ത്രധാരണത്തിൽ അടക്കം മാറ്റം വരുന്നു. ആഡംബര വാഹനം വാങ്ങുന്നു എന്നിവയടക്കമുള്ള വലിയ തരത്തിലേക്കുള്ള ജീവിതശൈലിയിലെ മാറ്റം പ്രകടമായി. ഒപ്പം ഈ സ്കൂളുകളിൽ ജോലി ചെയ്തപ്പോൾ പോലും കൃത്യമായി പണിയെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരി അനീഷ്.
കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കസ്റ്റഡി മർദ്ദനമാണ് മരണകാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മരിച്ച സിയാദിന്റെ മകളും ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ളതായി പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രിയമേറുകയാണ്. ജൂൺ പാദത്തിൽ കയറ്റുമതിയിൽ 14 ഇരട്ടി വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാരുതിയുടെ EV വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ നേട്ടം സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയിൽ തരംഗമാകുകയാണ് ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് കാറുകൾ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇലക്ട്രിക് വാഹന കയറ്റുമതിയിൽ 14 ഇരട്ടി വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നതും ചെലവ് കുറഞ്ഞ യാത്രാ മാർഗങ്ങളിലേക്ക് ആളുകൾ മാറുന്നതുമാണ് ഇന്ത്യൻ നിർമ്മിത EVകൾക്ക് ആവശ്യക്കാർ കൂടുന്നതിന് കാരണം. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ വെറും 1122 EVകൾ കയറ്റുമതി ചെയ്ത സ്ഥാനത്ത് ഈ വർഷം ജൂണിൽ അവസാനിച്ച പാദത്തിൽ അത് 15,641 യൂണിറ്റുകളായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെ കയറ്റുമതി ചെയ്തത് 28,652 ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ആകെ കയറ്റുമതിയുടെ പകുതിയിലധികം സ്വന്തമാക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. EV കയറ്റുമതിയിലെ ഈ വൻ കുതിച്ചുചാട്ടത്തിന് പ്രധാന പങ്കുവഹിച്ചത് ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയാണ്. മാരുതിയുടെ ആദ്യ ആഗോള EV മോഡലായ വിട്ടാര വിപണിയിൽ വൻ വിജയമാണ് നേടുന്നത്. ജൂൺ പാദത്തിൽ മാത്രം 15,210 യൂണിറ്റ് വിത്താര കാറുകൾ കമ്പനി കയറ്റി അയച്ചു. ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള 47 രാജ്യങ്ങളിലേക്ക് മാരുതി EVകൾ കയറ്റുമതി ചെയ്തു. ഇതിൽ ബ്രിട്ടനാണ് ഏറ്റവും വലിയ വിപണി. യൂറോപ്പിലെ 20 പുതിയ വിപണികളിലേക്കും മാരുതി പ്രവേശിച്ചു കഴിഞ്ഞു. മാരുതിക്ക് പുറമെ ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും വിദേശ വിപണികൾ ലക്ഷ്യമിട്ട് EV കയറ്റുമതികൾ വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത്. നിലവിലെ ബഡ്ജറ്റ് വിഹിതം അടിയന്തരമായി അനുവദിക്കണമെന്നാണ് പ്രമേയം സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെടുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, ഭിന്നശേഷി വിഷയത്തിലും വയോജനക്ഷേമം, വനിതാക്ഷേമം, ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ്, പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ, ഡയാലിസിസ് അടക്കം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളും പൂർണ്ണമായും ഇഴഞ്ഞ് നീങ്ങുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധിയിൽ തുടരുകയാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖിൽ PS അവതരിപ്പിച്ച പ്രമേയത്തെ PR സുരേഷ് ബാബു പിന്താങ്ങി. നമുക്കൊരു ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. കണ്ണൂർ സ്വദേശിനി ഇർഫാനയുടെ 16ാം പിറന്നാളാണ് ഇന്ന്. ആശംസ അറിയിക്കുന്നത് ഉപ്പയും ഉമ്മയും ഇർഷാദും ആയിഷയും. ന്യൂസ് 18ന്റെയും എല്ലാ ആശംസകളും ഇർഫാനയ്ക്ക്. പത്തനാപുരം കമുകഞ്ചേരിയിലുള്ള അദ്വിക്കിന്റെ 6ാം ജന്മദിനമാണ്. ആശംസകൾ അദ്വിക്കിന്. പ്രിയപ്പെട്ടവരുടെ ആശംസകളുണ്ട്. ഒപ്പം ന്യൂസ് 18ന്റെയും ആശംസകൾ. ന്യൂസ് 18ലെ അഭിജിത്തിന്റെയും അഞ്ജുവിന്റെയും മകൾ ദക്ഷിണജിത്തിന്റെ ജന്മദിനം ഇന്നാണ്. 1ാം പിറന്നാളാണ് ദക്ഷിണ ആഘോഷിക്കുന്നത്. മിടുക്കി കുട്ടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. സഹോദരൻ ദക്ഷിണമോൾക്ക് ഞങ്ങളും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. അപ്പോൾ രാവിലെ അവസാനിക്കുമ്പോൾ അധികാരികളുടെ അടിയന്തരമായ ഒരു ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ ഇടങ്ങളിലൊന്നാണ് NH 66 ബൈപ്പാസിലെ തമ്പുരാൻമുക്ക്, കുഴിവിള പ്രദേശങ്ങൾ. ഇൻഫോസിസ്, TCS അടക്കമുള്ള വൻകിട IT സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം. വലിയ തിരക്കേറിയ സ്ഥലമാണ്. ഇവിടുത്തെ സർവീസ് റോഡിലെ കാഴ്ചകളാണ് സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നഗര, സെക്കൻഡ് സിറ്റി ഒക്കെ എന്നറിയപ്പെടുന്ന ഒരു നഗരത്തിൻ്റെ മറ്റൊരു നഗരമായി വളർന്നു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. സർവീസ് റോഡിനോട് ചേർന്നുള്ള SFS ഫ്ലാറ്റുകൾക്ക് മുന്നിലും അതിനുശേഷമുള്ള കട്ടിങ്ങിൻ്റെ ഭാഗത്തും നിറയെ മദ്യക്കുപ്പികൾ ഉപേക്ഷിച്ച കാഴ്ച. കുഴിവിള സിഗ്നലിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് റോഡിൽ ഫുട് ഓവർ ബ്രിഡ്ജ് തുടങ്ങുന്ന ഭാഗം മുതൽ ഇങ്ങനെ കുപ്പികൾ കാണാം. മദ്യപിച്ച ശേഷം കുപ്പികൾ സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് തട്ടുകയാണ് പലരും. പകലും രാത്രിയും ട്രിപ്പിനായി കാത്ത് ഓൺലൈൻ ടാക്സികളും മറ്റു വാഹനങ്ങളുമൊക്കെ നിർത്തിയിടുന്ന പ്രദേശമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ടയർ പോലും
കീറിപ്പോകുന്ന വിധം പല കുപ്പികളും പൊട്ടിയ നിലയിലാണ്. സർവീസ് റോഡിൽ കട്ടിങ്ങിന്റെ ഭാഗത്ത് മുഴുവൻ കുപ്പികളാണ് എന്നുള്ളതാണ് അവസ്ഥ. നിരന്തരം തുമ്പ പോലീസ് പട്രോളിംഗ് നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. CCTV ഇല്ലാത്തതാണ് കുപ്പികൾ ഇത്തരത്തിൽ കൊണ്ടുപേക്ഷിക്കുന്നവരെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കാര്യം. ഈ പ്രദേശങ്ങളിലൊന്നും വഴിവിളക്കില്ല. രാത്രി സമയത്ത് നടന്നുപോയാൽ പലപ്പോഴും ഇവിടെ കുപ്പികളൊക്കെ കാലിൽ തറച്ചു കയറുന്ന അവസ്ഥയാണ്. വഴിവിളക്ക് സ്ഥാപിക്കണമെന്നും CCTV സ്ഥാപിക്കണമെന്നുമൊക്കെ നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അധികാരികളുടെ ശ്രദ്ധ ഈ മേഖലയിലേക്ക് ഒട്ടും പതിയുന്നില്ല എന്നാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ രാവിലെ പൂർത്തിയാക്കാൻ സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.